കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ തുടക്കത്തിൽ വന്ദേ മാതരം കേൾപ്പിച്ചിരുന്നു. അത് ആ വിഷയത്തിലെ നിലപാടും ചിലരുടെ കടുംപിടുത്തവും എല്ലാം കാരണം അതിനെ തുടർന്നാണ് ഒരാഴ്ച തുടക്കത്തിൽ അത് കേൾപ്പിച്ചത്. ഏതായാലും ഇന്നത്തെ വിഷയം അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ വളരെ ശക്തമായിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ തുടർന്നു വരുന്ന ഈ കൺവേർഷൻ ലോബി ഉണ്ട്, അതായത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ഈ മതം മാറ്റ ലോബി. അതിന്റെ ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ ഈ FCRA നിയമ ഭേദഗതി എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കൺവേർഷൻ ഇഷ്യൂ ആണ് വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നത്. ഈ ഇവാഞ്ചലിക്കൽ സംഘടിത മതം മാറ്റ മാഫിയക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനകളുണ്ട്, അവർക്ക് മൂക്കുകയർ ഇടുക എന്ന് പറയുന്ന അതിനുവേണ്ടി ശക്തമായ നിബന്ധനകൾ കൊണ്ടുവരുന്ന ഒരു ബില്ലാണ് ഈ FCRA അമെൻമെന്റ് ബില്ല്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതിലെ ഒരു ഭേദഗതി എന്ന് പറയുന്നത് ഈ പള്ളികളും സഭകളും അവരുടെ പ്രോപ്പർട്ടിയെ, അതായത് അവരുടെ വസ്തുവകകൾ, സ്വത്ത്, ഇതെല്ലാം പിടിച്ചെടുക്കാനായിട്ട് സർക്കാരിനെ അധികാരപ്പെടുത്തുന്ന ഒരു അമെൻമെന്റ് ഇതിലുണ്ട്. അതായത് ഫോറിൻ ഫണ്ടിങ് സ്വീകരിക്കാനായിട്ട് ഉള്ള ലൈസൻസ് എക്സ്പയർ ചെയ്തതിനു ശേഷവും, അതായത് അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഈ ഫോറിൻ ഫണ്ടിങ് സ്വീകരിക്കുന്ന സഭകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ സ്വത്തുക്കളും വസ്തുവകകളും എല്ലാം പിടിച്ചെടുക്കാനായിട്ട് സർക്കാരിനെ ചുമതലപ്പെടുത്തുന്ന ഭേദഗതിയാണിത്. ഇവരുടെ ലൈസൻസ് എക്സ്പയർ ആയതിനു ശേഷം പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് ഇവർ ഫണ്ടിങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അപ്പം ഈ സഭയുടെ മുഴുവൻ സ്വത്തുക്കളും അല്ലെങ്കിൽ ഈ ചർച്ചിന്റെ മുഴുവൻ സ്വത്തുക്കളും സർക്കാർ കൊണ്ടുപോകുന്നുള്ളൊരു സ്ഥിതി വരും. കേൾക്കുമ്പോൾ ഒരുപക്ഷെ വലിയ അനീതിയാണെന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം, പക്ഷെ അത്രമാത്രം ഈ നിയമലംഘനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പകൽ വെളിച്ചത്തിൽ തന്നെ ഈ രീതിയിലുള്ള നിരവധി സംഘടനകൾ ഈ ലൈസൻസ് എല്ലാം എക്സ്പയർ ആയി വർഷങ്ങൾക്ക് ശേഷം അത് പുതുക്കാതെ ഇവരിങ്ങനെ അനധികൃതമായിട്ട് ഫോറിൻ ഫണ്ടിങ് സ്വീകരിച്ചിരുന്നു. ഇവരുടെ എല്ലാ ഉദ്ദേശം ഈ മതം മാറ്റത്തിന് വേണ്ടി ഇതിൽ വലിയൊരു ഭാഗം പറയുമ്പോൾ എല്ലാം ചാരിറ്റിയാണ്, ഓർഫനേജസ് നടത്താനാണ്, കുഷ്ഠരോഗികളെ ചികിത്സിക്കാനാണെന്നൊക്കെ പറയും. ഇതെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ, ഓർഫനേജ് ഉണ്ട്, കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ മതം മാറ്റം ഇതിന്റെ കൂടെ നടക്കുന്ന ഒരു സംഗതിയാണ്. ചിലർ ഒരുപക്ഷെ പറഞ്ഞേക്കാം നിങ്ങളുടെ മുൻപുള്ള നിലപാട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ ഉപ്പുമാവും പഴവും എല്ലാം കൊടുത്ത് മതം മാറ്റുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സഭകളുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ മതം മാറ്റം എന്നുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിപ്പം മദർ തെരേസയുടെ തന്നെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ. മദർ തെരേസയുടെ തന്നെ പ്രവർത്തനങ്ങൾ മതം മാറ്റം ഒരു വലിയൊരു അജണ്ടയായിരുന്നു. പകൽ വെളിച്ചത്തിൽ തന്നെ മതം മാറ്റിയിട്ടുണ്ട്. അറിയാമല്ലോ, മദർ തെരേസയുടെ ഈ ആശുപത്രികളിലും അവരുടെ സേവനങ്ങൾ അനുഭവിച്ചതായിട്ടുമുള്ള ആളുകളുടെ ഇടയിൽ മതപരിവർത്തനം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. കൃത്യമായിട്ട് അറിയാമല്ലോ. അവരുടെ സേവനങ്ങളെ കുറച്ച് കാണിക്കാതെ തന്നെ ആ ഭാഗത്തെ വിമർശനത്തോടു കൂടി നമ്മൾ കാണുകയും വേണം. എന്തുവാട്ടെ, അപ്പോ ഈ സഭകളെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവർക്ക് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, പള്ളികളുണ്ട്, പിന്നെ ഓർഫനേജസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിന് പുറമെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഈ സഭകൾക്കെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം സർക്കാരിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് സ്ഥിതി. അതുകൊണ്ട് സഭകളുടെ ആസറ്റ്സ്, സഭകളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ അമേരിക്കയിൽ നിന്ന് സർക്കാരിന്റെ ഇടപെടലോടുകൂടി ഇന്ത്യൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്. ഇപ്പൊ മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തിന്റെ കാര്യത്തിൽ കടലാസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഈ ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളതാണ്. അതൊരു കാരണം മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് ഔദ്യോഗികമായിട്ട് പറയുന്നത്. പക്ഷേ ക്രിസ്തീയ സഭകളെ ഈ കൂച്ചുവിലങ്ങിടാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി മോദി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദർശന ലക്ഷ്യം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ഇന്ത്യയിലെ ഇവാഞ്ചലിക്കൽ മിഷൻസ് ഈ മതം മാറ്റം, ഗോസ്പൽ പ്രചരിപ്പിക്കുക, സുവിശേഷം പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള ഈ പ്രോജക്ട്സ് എല്ലാം അമേരിക്കൻ ഫണ്ടിങ്ങോട് കൂടി നടക്കുന്നത് അത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഈ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഈ ആശുപത്രികൾ സ്ഥാപിക്കാനും നഴ്സിംഗ് ഹോംസ് സ്ഥാപിക്കാനും അതുപോലെ നഴ്സിംഗ് കോളേജസ് സ്ഥാപിക്കാനും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനും നമ്മുടെ വെല്ലൂർ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലുണ്ടല്ലോ, ഈ മിഷൻ ഹോസ്പിറ്റൽസ് എല്ലാം സ്ഥാപിച്ച ഇവാഞ്ചലിക്കൽ സഭയുടെ ഭാഗമായിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാമാണ്. അവര് നിരവധി ആളുകൾ ഇന്ത്യയിൽ വരികയും അവർ വളരെ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്യുകയൊക്കെ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ധാരാളം നഴ്സിംഗ് സ്കൂൾസ്, അതുപോലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു. ഇവർ കൂടുതലായിട്ടും ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഇങ്ങനെ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും. അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരിക്കും ഒരു പരിധി വരെ.
എന്നിട്ട് അവർ വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ടാണ് സുവിശേഷണവും മതപരിവർത്തനവും എല്ലാം അവരുടെ ഈ സേവനങ്ങൾക്ക് പുറമെ അവർ ചെയ്തിരുന്നു. ഈ അമേരിക്കയിൽ ഇതിനു വേണ്ടി അന്നത്തെ കാലത്ത് കൊണ്ട് ഇന്നുമുണ്ട് സ്വന്തം സ്വത്തിന്റെ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഈ ഇവാഞ്ചലിക്കൽ മിഷൻസിന് വേണ്ടി, ഈ ഗോസ്പലിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, മതമാറ്റ പ്രോജക്ട്സ് ഉണ്ടല്ലോ അതിനു വേണ്ടി എല്ലാം ചിലവഴിക്കുന്ന കോടീശ്വരന്മാർ അമേരിക്കയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഈ ഇന്ത്യയിലെ ഇവാഞ്ചലിക്കൽ ലോബി ഉണ്ട്, അതായത് അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ലോബിയുടെ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. നമുക്ക് ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഒരു ഇവാഞ്ചലിക്കൽ അച്ചായൻ, ഒരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ട്. അയാൾക്ക് ഇന്ത്യയെക്കാൾ കൂറ് അമേരിക്കയോടും ട്രംപിനോടുമാണെന്ന് അയാളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏത് വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്കയെ പറ്റി വലിയ സ്തുതിപാടലും അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല തുടങ്ങിയ രീതിയിലുള്ള മൂപ്പരുടെ പറച്ചിലെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിലാണ്. കാരണം ഈ ഇവാഞ്ചലിസ്റ്റിനെ സംബന്ധിച്ച് അവരെല്ലാം അമേരിക്കയുടെ ഫാൻസ് ആണ്. അവർക്ക് ചെലവിന് കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഈ വളരെ ശക്തമായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ലോബിയാണ്. ഇനി ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ ട്രംപ് ഒരു പ്രസ്ബിറ്റേറിയൻ ക്രിസ്ത്യനാണ്. പ്രസ്ബിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു ഇവാഞ്ചലിക്കൽ ഡിനോമിനേഷൻ ആണ്. പക്ഷെ മൂപ്പരുടെ വൈഫ് മെലാനിയ അവര് കാത്തലിക് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മാർക്കോ റൂബിയോ അയാൾ സ്പാനിഷ് ആണ്. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ക്യൂബയെന്ന്, സൗത്ത് അമേരിക്കയിലെ ക്യൂബ എന്നുള്ള ആളാണ് ഈ മാർക്കോ റൂബിയോ. അയാളും റോമൻ കാത്തലിക് ആണ്. ഈ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ, റോമൻ കാത്തലിക് ചർച്ചിന്റെ ഐഡന്റിറ്റിയുടെ, അവരുടെ അസ്തിത്വത്തിന്റെ ഭാഗമാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി, ഈ മദർ തെരേസയുടെ. അപ്പോ ഇനി റൂബിയോയുടെ ഈ വിസിറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ രാഷ്ട്രത്തലവന്മാരെല്ലാം ഇന്ത്യയിലേക്ക് വന്നിറങ്ങുന്ന എവിടെയാ? ഡൽഹിയിൽ വന്നിട്ടാണ് ഇറങ്ങുന്നത്. ഏത് രാഷ്ട്രത്തലവൻ നോക്കിക്കോളൂ, വന്നു കഴിഞ്ഞാൽ ഡൽഹി വന്നിട്ടായിരിക്കും ഇറങ്ങുന്നത്. ചിലരെല്ലാം ഹൈദരാബാദിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്നിറങ്ങുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഒരുപക്ഷെ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നത്. അങ്ങനെയുള്ള, ഇപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏതായിരുന്നു, ഹൗഡി മോഡി അല്ലല്ലോ, ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും കൂടിയുള്ള ഒരു പ്രോഗ്രാം, ഹൗഡി മോഡി അല്ല, അതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോ ഡൊണാൾഡ് ട്രംപ് അഹമ്മദാബാദിലാണ് നേരിട്ട് വന്നിറങ്ങി. ആ സമയത്താണ് എന്റെ ഓർമ്മ. പക്ഷേ ഇത് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇന്ത്യയുടെ നേതാക്കന്മാരുള്ള കൂടിക്കാഴ്ചയെല്ലാം നടക്കുന്നത് ഡൽഹിയിലാണെങ്കിലും ഇദ്ദേഹം വന്നിറങ്ങുന്ന കാൽക്കട്ടയിലാണ്. എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനം. അവിടെയാണ് നേരിട്ട് പോയി അവിടെ സന്ദർശിക്കുന്നു. അതാണ് ആദ്യം നടത്തുന്നത്. കാരണം അവിടെ ചർച്ചകൾ നടത്തിയതിനു ശേഷം വേണം അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഈ ഡൽഹിയിലെ ഇന്ത്യയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ നേരെ കാൽക്കട്ടയിൽ ചെല്ലുന്നു, മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനത്ത് ചെല്ലുന്നു, അവിടുത്തെ കന്യാസ്ത്രീകളുമായിട്ട് ചർച്ച നടത്തുന്നു. മാർക്കോ റൂബിയോ പറയുന്നത് ഇതൊരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു കാൽക്കട്ടയിലേക്ക് ചെന്നതെന്നുള്ളതാണ്. പക്ഷെ എന്തിനാണ് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ തന്നെ ഒരു പേഴ്സണൽ വിസിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പള്ളി പോകാനാണെങ്കിൽ ഡൽഹിയിൽ എത്രയോ പള്ളികളുണ്ട് അല്ലെ? അപ്പോൾ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ FCRA അമെൻമെന്റ് ബില്ലിനെ സംബന്ധിച്ച് അതിന്റെ ഒരു വലിയ ഒരു ഇര എന്ന് പറയുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി ആയിരുന്നു. അവരുടെ ലൈസൻസ് പുതുക്കാനായിട്ട് കേന്ദ്രം വിസമ്മതിച്ചതും പിന്നീട് വലിയ വിവാദം ഉണ്ടായതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഇന്റൻഷൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആശങ്കകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന് പരിഹാരത്തിന് വേണ്ടി പിന്നീട് മാർക്കോ റൂബിയോ ഡൽഹിയിൽ വന്ന് ഇന്ത്യയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുക, കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടത്തുക. ഇനി ഇതിന് പിന്നിലെ അധികം ചർച്ചയാകാതെ പോയ ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ലോബി വലിയ ശക്തമായിട്ടുള്ള ഒരു ലോബിയിങ് നടത്തിയിരുന്നു. മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വരുമ്പോൾ FCRA അമെൻമെന്റ്, ഈ ഭേദഗതി വിഡ്രോ ചെയ്യിക്കാനായിട്ട്, അത് വേണ്ടെന്ന് വെക്കാനായിട്ട്, പിൻവലിപ്പിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്തണം എന്ന് പറഞ്ഞ് വലിയ ലോബിയിങ് നടത്തിയിരുന്നു. ഈ ലോബിയിങ്ങിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ലോബിയിസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ് സ്മിത്ത് എന്ന് പറയുന്ന അമേരിക്കൻ കോൺഗ്രസിലെ ഒരു റിപ്പബ്ലിക്കൻ അംഗമായിരുന്നു. ഈ ക്രിസ് സ്മിത്ത് എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ അംഗമാണ് ഈ അമേരിക്കൻ കോൺഗ്രസിൽ. അയാൾ സ്വന്തം കീശയിൽ നിന്ന് തന്നെ ധാരാളം പണം ലോകം മുഴുവനുള്ള ഇവാഞ്ചലിക്കൽ മിഷൻസിന് വേണ്ടി ചെലവാക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ പറയുന്നത് കൃത്യമായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്തണം. ഈ ഇന്ത്യയിലെ ഇവാഞ്ചലിക്കൽ മിഷൻസിന് അമേരിക്കയിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഫണ്ടിങ്
ഫണ്ടിങ് സ്വീകരിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന ഈ FCRA നിയമ ഭേദഗതി പിൻവലിക്കാനായിട്ട് സ്വാധീനം ചെലുത്തണം. നിങ്ങളിതാ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ, ക്രിസ് സ്മിത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ FCRA നിയമ ഭേദഗതി പിൻവലിക്കണം എന്ന് മാർക്കോ റൂബിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. മോദി സർക്കാർ, ഇദ്ദേഹം പറയുന്നത് ആ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്, മോദി സർക്കാർ ഈ ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ FCRA ബില്ല് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബില്ല് വിഡ്രോ ചെയ്യാനായിട്ട് മോദി സർക്കാരിന് മേൽ മാർക്കോ റൂബിയോ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തണം, സമ്മർദ്ദം ചെലുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ് സ്മിത്തും ഒരു റോമൻ കാത്തലിക് ആണ്. അയാൾ ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യാനിറ്റിയുടെ വക്താവാണ്. അതായത് ഈ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി അത് ഫോളോ ചെയ്യുന്ന ആളാണ്. ആന്റി അബോർഷൻ ബില്ലിനെ കുറിച്ചെല്ലാം അതിനെല്ലാം പിന്തുണയ്ക്കുന്ന ആളാണ്. അതായത് ഗർഭഛിദ്രത്തെ തടയണം, നിയമം മൂലം തടയണം എന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകനുമാണ്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് അമ്മയ്ക്ക് മനുഷ്യാവകാശം ഇല്ല എന്ന് വാദിക്കുന്ന ഒരു പ്രത്യേകതരം മനുഷ്യാവകാശ പോരാളിയാണ് ഇദ്ദേഹം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഇവാഞ്ചലിക്കൽ മിഷൻസിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി കയ്യിൽ നിന്ന് തന്നെ കോടികൾ ചെലവഴിക്കുന്ന, ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്ന ഒരാളുമാണ്. കാത്തലിക് ചർച്ചിന്റെ ഈ ഓവർസീസ് പ്രോജക്ട്സ്, അതായത് മതം മാറ്റം, ഗോസ്പൽ പോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്താനായിട്ട് ഇങ്ങനെ പണം ചെലവഴിക്കുന്ന ആളുമാണ്. അപ്പൊ ഏതായാലും കണ്ടല്ലോ, നമ്മുടെ ഈ ഇവാഞ്ചലിക്കൽ യൂട്യൂബറിനെ പോലെയുള്ള എല്ലാ മതേതര ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെയും ഉള്ളിലെ ഈ അമേരിക്കൻ പക്ഷപാതിത്വം അല്ലെങ്കിൽ അമേരിക്കൻ പ്രണയത്തിന്റെ കാരണം ഈ ഇവാഞ്ചലിക്കൽ ഇക്കോസിസ്റ്റം ആണ് ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത്, ഇവർക്കെല്ലാം ചെലവിന് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ അതുകൊണ്ട് തന്നെയാണ്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ, ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാരതത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ സാംസ്കാരികത ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് അമേരിക്കയാണോ എന്നൊരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. ഇപ്പൊ ട്രംപ് നിരവധി രാജ്യങ്ങളുടെ പൗരന്മാരെ പുറത്താക്കാനായിട്ട് തീരുമാനിക്കുന്നു, നിരവധി വിസ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും ഇന്ത്യ ഇടപെട്ടോ? ഇല്ല, അത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യം. അതുപോലെ തന്നെ ഭാരതത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ വേണ്ട. ഇക്കാര്യം നിങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാർക്കോ റൂബിയോയെ പൂർണ്ണമായിട്ടും മോദി കോൾ ഷോൾഡർ ചെയ്തു എന്ന് പറയേണ്ടി വരും. അതായത് ഗൗനിച്ചതേയില്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നുള്ള സ്ട്രോങ് സിഗ്നലാണ് നരേന്ദ്രമോദി മാർക്കോ റൂബിയോയ്ക്ക് കൊടുത്തത്. പിന്നീട് നരേന്ദ്രമോദിയെ കണ്ടുകൊട്ടു അദ്ദേഹം. പക്ഷേ പ്രൈം മിനിസ്റ്റർ PMOയിൽ നിന്ന് നേരത്തെ തന്നെ മാർക്കോ റൂബിയോയുടെ സ്റ്റാഫിനെ അറിയിച്ചിരുന്നു, പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ FCRA ചർച്ച കടന്നു വന്നുകൂടാ എന്നുള്ളത്. അത് ഡോക്ടർ S ജയശങ്കറുമായിട്ട് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു. മോദിയുമായിട്ടുള്ള സമ്മേളനത്തിലെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട ആയിട്ടെന്ന് പറയുന്ന എനർജി, അതായത് ഊർജവുമായിട്ട് ഇപ്പോഴത്തെ ഈ ഇറാൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വരുന്ന പെട്രോളിന്റെ ക്ഷാമം, അങ്ങനെയുള്ള ഊർജ പ്രതിസന്ധിയായിരുന്നു പ്രധാന വിഷയം. ഇനി ഇതിന് ശേഷം മോദിയെ കണ്ടതിന് ശേഷം ഡൽഹിയിൽ നടന്ന ഗംഭീരമായിട്ടുള്ള ഒരു ബയലാറ്ററൽ ഇവന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലേക്ക് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് ഫോൺ കോൾ വരികയും ഞാൻ മോദിയുടെ ഒരു വലിയൊരു ഫാൻ ആണെന്നും മോദി എന്റെ ഫ്രണ്ട് ആണെന്നും ഞാൻ ഇന്ത്യക്കൊപ്പം 100% ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ആളാണെന്നും ഒക്കെ ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യ എന്താവശ്യപ്പെടുന്നോ, നിങ്ങൾ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് കാണുന്ന, ഇന്ത്യ എന്താവശ്യപ്പെടുന്നോ ഞാനത് കൊടുക്കും എന്നുള്ളതായിരുന്നു ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ടൊന്നും ട്രംപിനെ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ ട്രംപിന്റെ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിത ലക്ഷ്യമാണ് നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. അല്ലെ, അതിന് ഈ രാജ്യത്തിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിന് തന്നെ ഒന്നാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മതപരിവർത്തനം, അതായത് ഈ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ അട്ടിമറിക്കാനുള്ള ഈ സംഘടിതമായിട്ടുള്ള മതപരിവർത്തന ലോബിയെ നിലയ്ക്ക് നിർത്തുക, അവരെ പൂച്ചുവിലങ്ങി ഇടുക എന്നുള്ളതാണ്. നിർബന്ധിത മതം മാറ്റം അവസാനിപ്പിക്കുക, നിരോധിക്കുക, നിയമം മൂലം നിരോധിക്കുക. അതിന് അമേരിക്കയിൽ നിന്ന് വരുന്ന ധാരാളം പണമുണ്ട്, അതെല്ലാം അവസാനിപ്പിക്കുക. അപ്പൊ ഈ US ഫണ്ടിങ് കൊണ്ട് അവരുടെ സ്വാധീനത്തിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി നടക്കുന്ന സംഘടിതമായിട്ടുള്ള, ഞാൻ പറയുന്ന സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും മതം മാറുന്നതിനൊന്നും നമുക്ക് നിരോധിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇത് അമേരിക്കയിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ട് സംഘടിതമായിട്ട് ഇവരിങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ക്രിസ്ത്യൻ സഭകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ സംഘടിതമായിട്ടുള്ള മതം മാറ്റം. അത് അമേരിക്കയുടെ ഫണ്ടിങ് കൊണ്ട് നടക്കുമ്പോൾ
ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇവാഞ്ചലിക്കൽ സാംസ്കാരിക അധിനിവേശമാണ്. നരേന്ദ്രമോദി സർക്കാർ എന്തു വില കൊടുത്തും അതിനെ അവസാനിപ്പിച്ചിരിക്കും, തടഞ്ഞിരിക്കും. താങ്ക് യു. ജയ് ഹിന്ദ്.